STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട്ട് കോട്ടമൈതാനത്തിനു സമീപം പീഡനശ്രമം ചെറുത്ത യുവതിയെ കൊലപ്പെടുത്തിയ കേസ് പ്രതി സുബയ്യനെ കോടതിയിൽ ഹാജരാക്കി. പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യം നടന്ന പരിസരത്തെ CCTV ദൃശ്യങ്ങളും വ്യാപാരികളുടെ മൊഴിയും ശേഖരിക്കുമെന്നും അന്വേഷണ സംഘം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം. മോചനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നും സമയപരിധി പറയാൻ കഴിയില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിൽ മാർ ആൻഡ്രൂസ് താഴത്തുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച് തങ്ങളുടെ അമർഷവും വേദനയും അറിയിച്ചെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കന്യാസ്ത്രീകളുടെ ജാമ്യ നിഷേധത്തിനെതിരെ മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കേരള സർക്കാരുകളുടെ സമീപനത്തിനെതിരായി വിവിധ സംഘടനകൾ. രാജ്യം സാമ്പത്തികമായി മുന്നേറ്റത്തിലാണെന്ന പ്രധാനമന്ത്രിയുടെ വായ്ത്താരി യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ലാത്തതെന്ന് INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ചന്ദ്രശേഖർ. തൊഴിൽ സുരക്ഷിതത്വത്തിന് കേരള സർക്കാരുമായി സമരം ചെയ്യേണ്ട അവസ്ഥയാണെന്നും ചന്ദ്രശേഖർ. രാജ്യത്ത് മതവൈര്യമുണ്ടാക്കി മുതലെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ സ്റ്റീഫൻ ജോർജ്. സീറോ മലബാർ സഭയുടെ ആസ്ഥാനം BJPക്ക് വാർത്താ സമ്മേളനം നടത്താൻ കൊടുത്ത സഭാ നിലപാടിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു പഴച്ചിറ. വാർത്തകൾ വിശദമായി. പാലക്കാട് പീഡനശ്രമം ചെറുത്ത യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സുബയ്യനെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഉടൻ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൃത്യം നടന്ന പരിസരത്തെ CCTV ദൃശ്യങ്ങളും ശേഖരിക്കുകയും വ്യാപാരികളുടെ മൊഴികൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് കോട്ട മൈതാനത്തിന് സമീപം ഇക്കഴിഞ്ഞ ദിവസമാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. പീഡനശ്രമം ചെറുത്ത പാലക്കാട് സ്വദേശിനിയായ 46-കാരി സീനത്തിനെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. കേസിൽ വണ്ടിത്താവളം സ്വദേശി 46-കാരനായ സുബയ്യനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പീഡനശ്രമം ചെറുത്ത യുവതിയെ ശ്വാസം മുട്ടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സുബയ്യൻ പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ശരീരത്തിൽ 80ഓളം മുറിവുകളുണ്ട്. ക്രൂരമായ രീതിയിൽ കൊല നടത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡിയിൽ വാങ്ങിച്ച ശേഷം പ്രതിയെ കൊണ്ട് ഉടൻ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൃത്യം നടന്ന പരിസരത്തെ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. കൂടാതെ പരിസരത്തെ വ്യാപാരികളുടെ മൊഴികൾ രേഖപ്പെടുത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ASP രാജേഷാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. Initially we have registered a case under 194 BNSS, which is unnatural death. But after getting the facts, we have altered the section to 66 BNS, old 376A IPC. So as per the Kerala Police Circular, this is a grave crime which has to be investigated by DSP or ASP rank officer. So now I am the investigating officer of this case also. So today we will remand the accused also, and we have two witnesses also, which have seen this accused dragging the victim on the roadside. And one more thing I want to add: this accused himself took the victim to the hospital in the auto, and there he lied that this victim is the wife of the accused, and so we are now already accused in custody. Now our focus will be on getting all the scientific evidences so that we can charge this case properly and we will get a conviction. So, thank you. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നും സമയപരിധി പറയാൻ സാധിക്കില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിൽ മാർ ആൻഡ്രൂസ് താഴത്തുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച് തങ്ങളുടെ അമർഷവും വേദനയും അറിയിച്ചിട്ടുണ്ടെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് തെറ്റിദ്ധാരണയുടെ പുറത്ത് ഉണ്ടായതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ മോചനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കന്യാസ്ത്രീമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് സമയപരിധി പറയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അറസ്റ്റിലായ കന്യാസ്ത്രീമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ജയിലിന് മുന്നിൽ നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. അത് നിങ്ങളുടെ ജോബാണ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. എൻ്റെ ലക്ഷ്യം, ഞങ്ങളുടെ പാർട്ടീൻ്റെ ലക്ഷ്യം സഭ ഞങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് ജാമ്യം ലഭിക്കുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം.
അതിൻ്റെ മുമ്പിലും അതിൻ്റെ പിന്നിലും എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എനിക്കും ഞങ്ങളുടെ സർക്കാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഞങ്ങളുടെ പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇവർക്ക് ജാമ്യം നൽകുക. അവർ ഈ കോർട്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങി മടങ്ങി വീട്ടിൽ പോകാനുള്ളൊരു അതിനെക്കുറിച്ച് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അതിനുവേണ്ടി കോൺഗ്രസ്സുകാരുണ്ടല്ലോ. പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഡാമേജ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണോ? ഞാൻ നോക്കൂ, ഇതെല്ലാം നിങ്ങൾ വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഞാൻ ആര് എന്നെ വിളിച്ചാലും ഏത് സമുദായം ആരാണെങ്കിലും ഞങ്ങൾ അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നൊരു പാർട്ടിയാണ്. അത് ഞങ്ങളുടെ DNA ആണ്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ പ്രസിമിൽ കൂടെ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ നിങ്ങളെയും സഹായിക്കും. ഈ ക്രൈസ്തവ സഭകളും സഭാ നേതാക്കളും പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്, ഇനിയും അത് ആവർത്തിക്കുമെന്നുള്ളതാണ്. നോക്കൂ, ആശങ്കകളെ എങ്ങനെയാണ് ഈ 140 കോടി ജനങ്ങൾ ഉള്ളൊരു രാജ്യത്തിൽ ക്രൈം ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കുന്നില്ല. അതിങ്ങനെ നടക്കും. നമ്മളിപ്പോൾ 22 ഇവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ലേ ട്രാഫിക്കിംഗ്. അപ്പോൾ അതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെല്ലാം നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ സ്റ്റേറ്റും നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ പോലീസ് എൻഫോഴ്സ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ആ അപ്പീലിൻ്റെ ഹിയറിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ പോയി ചെയ്ത നാടകം, ജയിലിൻ്റെ മുമ്പിൽ പോയി ചെയ്ത നാടകം മറ്റൊരു പാർട്ടീനെ ഇൻസൈറ്റ് ചെയ്തിട്ട് അവർ ഒരു കോൺഫ്രണ്ടേഷനിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ജഡ്ജ് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജുറിസ്ഡിക്ഷൻ ഇല്ല, മറ്റൊരു കോർട്ടിൽ പോകണം. തൃശൂർ ബിഷപ്പ് ഹൗസിൽ CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും തങ്ങളുടെ അമർഷവും വേദനയും രാജീവ് ചന്ദ്രശേഖറെ അറിയിച്ചിട്ടുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. ഇത് ആദ്യ സംഭവമല്ലെന്നും നേരത്തെയും സമാന രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾക്ക് അറുതി വരുത്തണമെന്നും ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. ഇതില്ലാതിരിക്കാൻ എല്ലാവരും, അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് രാജീവിനോട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോട്, ഹോം മിനിസ്റ്ററോട് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് പറയേണ്ടത് ആദ്യം തന്നെ ഭരിക്കുന്നവരോടാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും കൂടി അവർ നടത്തുന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനോ വന്നാൽ ആ വിവരം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളോട് പറയും. തൃശ്ശൂർ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓക്കെ, അല്ല ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അവരുടേതായ രീതിയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി രാജീവ് അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങള് രാജീവ് നിങ്ങളോട് പറയും. കാരണം എനിക്കിത് പറയാനുള്ളൂ. വേറെ നിങ്ങൾ ചോദ്യങ്ങൾ ഒരു ചോദിച്ചു എനിക്കിതിൽ വിട്ടണമെന്ന് പറയാനില്ല. ഓക്കെ, ഇന്ന് തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹം. ചിലപ്പോൾ നിയമത്തിന്റെ വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതാണ് ശ്രമിക്കുന്നുണ്ടെന്ന് രാജീവ് ഇന്ന് തന്നെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി നിയമത്തിന്റെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈകുകയാണെങ്കിലും എന്തായാലും അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. കന്യാസ്ത്രീയുടെ അറസ്റ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരെ തുടർ ചർച്ചയ്ക്കായി കേന്ദ്ര നേതൃത്വം വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കന്യാസ്ത്രീകളുടെ ജാമ്യ നിഷേധത്തിനെതിരെ മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ചാണ് കന്യാസ്ത്രീകളെ തുറുങ്കലിൽ അടച്ചിരിക്കുന്നതെന്നും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ കാവ്യവൽക്കരിക്കുകയും ചെയ്യുകയാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ പറഞ്ഞു. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ഉടൻ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, ഭാരവാഹികളായ P. പാഞ്ചാലി, MT ഗീത, VA റഹ്മത്ത്, രാധാ ശിവദാസ്, KV പാർവതി, പ്രകാശിനി സുന്ദരൻ, ഭാഗ്യലക്ഷ്മി, പുഷ്പവല്ലി നമ്പ്യാർ, KA സുഭദ്ര, പ്രിയ ബാബു, വഹീദ, ലത, മേരിക്കുട്ടി ജോസഫ്, ഷൈനി ബെന്നി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നടരാജൻ കുന്നുംപുറം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. DCC ഓഫീസിൽ നിന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കോൺഗ്രസിന്റെ
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. RSS അനുകൂല സംഘടനയുടെ പ്രവർത്തകർ അവിടേക്ക് കടന്നു വരികയും നിങ്ങൾ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് ആക്രോശിച്ചുകൊണ്ട് അവർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുകയും അതേ തുടർന്ന് അവർ പരാതി ഛത്തീസ്ഗഡിൽ പോലീസിനെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായ നീതി എന്താണ് ഉണ്ടാകേണ്ടത്? ഈ അക്രമകാരികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം. എന്നാൽ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ പോലീസ് എന്താ ചെയ്തത്? പരാതി പറഞ്ഞ അതിക്രമത്തിനിരയായ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്, മൈനോറിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PH മുസ്തഫ, DCC അംഗം C കിദർ മുഹമ്മദ്, നേതാക്കളായ K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, S രവീന്ദ്രൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് B ഗൗതമി, മണ്ഡലം പ്രസിഡന്റുമാരായ S സേവ്യർ, രമേശ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, ഭാരവാഹികളായ ജവഹർ രാജ്, KR ശരരാജ്, മോഹൻ ബാബു, ഫ്രിൻഡോ ഫ്രാൻസിസ്, AK റോബിൻ, അബു പാലക്കാടൻ, P ഗോപി, V ആർമുഖൻ, M പ്രശോഭ്, S ശെൽവൻ, V കുട്ടൻ, H സത്താർ, K അനീഷ്, ഉമർ ഫറൂഖ്, മിനി ബാബു, അനുപമ ശൈലജ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യം സാമ്പത്തികമായി മുന്നേറ്റത്തിലാണെന്ന പ്രധാനമന്ത്രിയുടെ വായ്ത്താരി യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ലാത്തതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. തൊഴിൽ സുരക്ഷിതത്തിനായി കേരള സർക്കാരിനെതിരായ സമരം ചെയ്യേണ്ട അവസ്ഥയാണെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. INTUC പാലക്കാട് സമ്പൂർണ്ണ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാസലഹരി ഉപയോഗ വ്യാപനം തൊഴിൽ മേഖലകളിലും കടന്നുകയറുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ INTUC മുന്നിട്ടിറങ്ങണം. ലോകത്ത് ഏറ്റവുമധികം ജനസമ്പത്തും പശ്ചാത്തല സൗകര്യവുമുള്ള ഇന്ത്യ രാജ്യത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ ലോകത്ത് തന്നെ ഒന്നാമത് എത്തിക്കാനാകുമെങ്കിലും രാജ്യസമ്പത്ത് കുത്തകകൾക്ക് അടിയറ വയ്ക്കുകയാണ്. കുത്തകകളുടെ വളർച്ച അടിസ്ഥാനമാക്കി പ്രധാനമന്ത്രി പറയുന്ന രാജ്യത്തിൻ്റെ വളർച്ച അവഗണിക്കപ്പെടേണ്ടതാണ്. നിലവിലെ ജീവിത സാഹചര്യമനുസരിച്ച് തൊഴിലാളികൾക്ക് മിനിമം വേതനം പ്രതിമാസം 36,000 വേണമെന്നതാണ് INTUCയുടെ ആവശ്യം. എന്നാൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുച്ഛമായ വേതനം പോലും ലഭിക്കാത്ത സ്ഥിതിവിശേഷമുണ്ടാക്കുന്നതാണ് കേന്ദ്ര തൊഴിൽ നിയമം. കേന്ദ്ര സർക്കാരിൻ്റെ ചുവട് പിടിച്ച് സംസ്ഥാന സർക്കാരും നടപ്പിലാക്കുന്നത് തൊഴിലാളി ദ്രോഹമാണ്. തൊഴിലാളി സംഘടനാ സംവിധാനം ഇല്ലാതാക്കുക എന്ന ഒറ്റ നയത്തിലൂന്നിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിക്കുന്നത്. ആശമാരോടും പാചക തൊഴിലാളികളോടും വരെ ക്രൂരത കാണിക്കുന്ന സർക്കാരായി ഇടതു സർക്കാർ മാറി. തൊഴിൽ സുരക്ഷിതത്വത്തിന് INTUCയാണ് ആശ്രയമെന്ന തിരിച്ചറിവ് തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് പ്രയോജനപ്പെടുത്താൻ സംഘടനയ്ക്ക് കഴിയണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. അതൊന്നും നമ്മുടെ ചുമതലപ്പെട്ട കാര്യമല്ല, നമ്മളാരും അത് അങ്ങനെ ഉപയോഗിക്കുന്നവരല്ല എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. മയക്കുമരുന്നുകളുടെ ഇന്ന് വരെ നാം കേട്ടിട്ടില്ലാത്ത വലിയ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി വരുന്ന സമയമാണ്. മൂവാറ്റുപുഴയിലെ ഒരു നല്ല ചെറുപ്പക്കാരൻ, കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴക്കാരൻ ഒരാൾ പറഞ്ഞത്, മൂവാറ്റുപുഴയിലെ ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനായി എല്ലാ രംഗത്തും ശോഭിച്ച ഒരു ചെറുപ്പക്കാരനാണ് ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്നിന്റെ കടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്ത് പോയിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തുകാരനായ റഷ്യയിലുള്ള ഒരു അദ്ദേഹത്തിന്റെ നമ്പർ 2 ടീമാണ് ഈ നമ്മുടെ മലയാളിയായ ആ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ നാടകം വല്ലാതെ മാറുകയാണ്. വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന അപകടത്തെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ആഗ്രഹമാണ്. നമ്മുടെ രാജ്യം ഏറ്റവും സമ്പന്നമാണ്. കാരണം ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ രാജ്യം ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയുന്നത് വേറെ ഏതൊക്കെ കാര്യങ്ങളിലാണ്. അദ്ദേഹത്തിന് പോലും ശരിക്കും തിരിച്ചറിയാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്താണെന്ന് പ്രധാനമന്ത്രി പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ 12 വർഷത്തിലേറെയായി ഒരു ദേശീയ മിനിമം വേതനം വേണം. അത് 900 രൂപ ചോദിച്ചു. ഇപ്പോഴത് കഴിഞ്ഞ INTUC വർക്കിംഗ് കമ്മിറ്റിയിൽ നമ്മുടെ DC പ്രസിഡന്റ് കൂടി അറിയാൻ വേണ്ടിയാണ്. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, കോൺഗ്രസ് നേതാക്കളായ CV ബാലചന്ദ്രൻ, C ചന്ദ്രൻ, INTUC നേതാക്കളായ N മുരളീധരൻ, പ്രദീപ് കുമാർ, ജനാർദ്ദനൻ, മുനിയാൻ D, R നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
രാജ്യത്ത് മതവൈര്യമുണ്ടാക്കി മുതലെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ സ്റ്റീഫൻ ജോർജ്. കേരള കോൺഗ്രസ് നേതൃത്വ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്റ്റീഫൻ ജോർജ്. അമേരിക്കയുമായുള്ള രാജ്യത്തിന്റെ വ്യാപാര കരാർ ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും ദോഷം ചെയ്യും. സാധാരണ കർഷകരെ ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. കർഷകരില്ലെങ്കിൽ രാജ്യമില്ലെന്ന തിരിച്ചറിവില്ലാത്തവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കാർഷിക മേഖലയിലുൾപ്പെടെ കേന്ദ്ര സർക്കാർ തികഞ്ഞ പരാജയമാണ്. ചില വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരും തിരുത്തൽ വരുത്തേണ്ടതുണ്ടെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുശലകുമാർ അധ്യക്ഷത വഹിച്ചു. സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ലില്ലി മാത്യു, വർഗീസ്, ബേബി പാങ്ങച്ചിറ, ഉണ്ണികൃഷ്ണൻ, റെനി രാജ്, സതീഷ്, സുരേഷ്, സാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സീറോ മലബാർ സഭയുടെ ആസ്ഥാനം BJPക്ക് വാർത്താ സമ്മേളനം നടത്താൻ തുറന്നുകൊടുത്ത സഭാ നിലപാടിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു പഴച്ചിറ തൃശ്ശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആദ്യമായിട്ടാണ് സഭയുടെ വേദി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വാർത്താ സമ്മേളനം നടത്താൻ വിട്ടുകൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട സഭാ നേതൃത്വം BJP നേതാക്കളുമായി ഉണ്ടാക്കിയ സമവായം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ബിനു പറഞ്ഞു. ആദ്യമായാണ് സഭയുടെ വേദി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വാർത്താ സമ്മേളനം നടത്താൻ വിട്ടുകൊടുക്കുന്നത്. ഛത്തീസ്ഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വം BJP നേതാക്കളുമായി ഉണ്ടാക്കിയ സമവായം എന്തെന്ന് വെളിപ്പെടുത്തണം. സഭാ തർക്കം രൂക്ഷമാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന സഭയുടെ തന്നെ വെളിപ്പെടുത്തൽ ഇരിക്കെ തന്നെയാണ് BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. കന്യാസ്ത്രീ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഛത്തീസ്ഗഡ് സർക്കാരും സംസ്ഥാന BJP നേതൃത്വവും പറയുന്നത്. ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത സന്യാസിമാരെ ജാമ്യത്തിൽ വിടാൻ സഹായിക്കുമെന്ന നിലപാടിന് പിന്നിൽ BJPയും സഭാ നേതൃത്വവുമായുള്ള സെറ്റിൽമെന്റാണ്. സീറോ മലബാർ സഭയുടെ എറണാകുളം, അങ്കമാലി അതിരൂപതയിലെ വൈദികർ അടക്കമുള്ള ചില ആളുകൾക്ക് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായി ബന്ധമുണ്ടെന്നുള്ള നിലപാടെടുത്ത് അത് റോമിൽ അറിയിച്ചത് കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലിത്ത ആയിരുന്നു. ഇതിനെക്കുറിച്ച് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല. അതേസമയം BJPയുടെ അമിത് ഷാ ഇടപെട്ട് വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് കത്തോലിക്ക പുരോഹിതരുടെ ഇടയിലെ ഈ മാവോയിസ്റ്റ് സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണോ എന്ന് വ്യക്തമാക്കണമെന്നും ബിനു പഴയച്ചിറ ആവശ്യപ്പെട്ടു. അതേസമയം ഒരു ഇരട്ടത്താപ്പ് നടക്കുകയാണ്. സന്യാസിമാർ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്ന BJP ഏതർത്ഥത്തിലാണ് കേരള സഭയിൽ വന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തായാലും സമവായം ഉണ്ടാക്കാതെ അവർക്ക് ഇത്തരമായി പത്രസമ്മേളനം നടത്താൻ പറ്റില്ലല്ലോ. അപ്പം ഈ സഭയ്ക്കുള്ളിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുമായി അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ ശക്തികളുമായി ബന്ധമുള്ളവർ അവർ ഒക്കെ ചെങ്ങായിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാമ്പത്തികം കൈപ്പറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ സഭയ്ക്കുള്ളിൽ കലാപം ഉണ്ടാക്കുന്നവരെ സംരക്ഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികൾ വരെ മടിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു കോംപ്രമൈസ് ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് സഭയിലെ വിശ്വാസികളെ വഞ്ചിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡ്രൈ ഡേ ദിനത്തിൽ മദ്യവിൽപ്പന നടത്തിയ മധ്യവയസ്കരിൽ നിന്ന് 12 ലിറ്റർ വിദേശ മദ്യം വടക്കഞ്ചേരി എക്സൈസ് പിടികൂടി. കുന്നംകുളം നെല്ലുവായി തയ്യത്താംപറമ്പിൽ ചാമിയുടെ മകൻ ഹരിദാസിനെയാണ് വെള്ളിയാഴ്ച രാവിലെ അറസ്റ്റ് ചെയ്തത്. വടക്കഞ്ചേരി മുണ്ടൻകോട് നഗറിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബിനു MK, കൃഷ്ണകുമാർ PP, KV ഷാജി, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ അജീഷ്, സനീഷ്, അനിൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം ലൂക്കോസ് പിസ സ്ഥാപനത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ നമുക്ക് കൈകോർക്കാം പരിപാടി സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന പരിപാടി K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വി ക്രിയേറ്റീവ് ലൈവ്സുമായി സഹകരിച്ചാണ് ലഹരി വിരുദ്ധ സന്ദേശ വനിതാ ബൈക്ക് റാലി സംഘടിപ്പിക്കുക. രാജ്യവ്യാപകമായി സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ലഹരി. അതിനെതിരെയുള്ള സന്ദേശ പ്രചരണമാണ് പരിപാടി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ലഹരിയുടെ ഭീഷണി പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ വൈവിധ്യമാർന്ന ഒരു പരിപാടി എന്ന നിലയിലാണ് വനിതകളുടെ ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത്. 10 ബ്രാഞ്ചുകളുള്ള ലൂക്കോസ് പിസ എന്ന സ്ഥാപനത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനം നാട് ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു ലാഭവിഹിതത്തിൽ നിന്ന് ഒരു പങ്ക് പൊതുജന സേവന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാനാണ് തീരുമാനം. ഇതിൻ്റെ തുടക്കമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അംഗപരിമിതർക്ക് സംരക്ഷണം നൽകാനും പദ്ധതിയുണ്ട്. സ്ഥാപനത്തിൻ്റെ മുഴുവൻ ബ്രാഞ്ചുകളിലും 1-2 അംഗപരിമിതർക്ക് ജോലി നൽകാനും ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. കേൾവിയും സംസാര വൈകല്യവുമുള്ള തോട്ടക്കര സ്വദേശി ശശികുമാറിനെ സ്ഥാപനത്തിലെ ജീവനക്കാരനായി നിയമിച്ചു കഴിഞ്ഞു. ഒറ്റപ്പെട്ട് വരുമാന മാർഗമില്ലാതെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന വിഭാഗമാണ് പരിമിതിയുള്ളവർ. അത്തരക്കാർക്ക് ഒരു വഴികാട്ടിയാണ് സ്ഥാപനം.
ലഹരിക്കെതിരെയുള്ള പൊതുജന സംഗമം ഓഗസ്റ്റ് 3 രാവിലെ 10 കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത യൂട്യൂബർ ലക്ഷ്മി നായർ, സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്നിവർ പങ്കെടുക്കും. രാവിലെ 11 ലൂക്കോസ് വിസ എന്ന സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്ന് പുറപ്പെടുന്ന വനിതകൾ നയിക്കുന്ന ലഹരിക്കെതിരെയുള്ള പ്രചാരണ ബൈക്ക് റാലി കുളപ്പുള്ളിയിൽ സമാപിക്കും. തുടർന്ന് ബ്രാവോ ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന സംഗീത ശില്പവും അരങ്ങേറുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ നമുക്ക് ഈ വളർന്നു വരുന്ന ഈ രാജ്യത്തിന് ഇപ്പോൾ വിപത്തായിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു വെല്ലുവിളിയാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ഈ ലഹരിക്കെതിരെ നമുക്ക് എന്തെങ്കിലും പരിപാടി സംഘടിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ലഹരിക്കെതിരെ കൈകോർക്കാം എന്നുള്ള പരിപാടിയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നത് വനിതകളുടെ പ്രൊഫഷണലായിട്ടുള്ള വനിതകളുടെ ഒരു ബൈക്ക് റാലി നമ്മൾ ഒറ്റപ്പാലം ലൂക്കോസ് വിസയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് കുളപ്പുള്ളി വരെ നമ്മൾ ആളുകളെ ആകർഷിക്കുക. ലഹരിക്കെതിരെ ഇത്രയും വലിയ കൂട്ടായ്മ നമ്മൾ ചെയ്യുന്നത് ഇത് വലിയൊരു വിപത്താണെന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഇത്രയും വലിയൊരു ബൈക്ക് റാലി അവിടെ സംഘടിപ്പിക്കുന്നത്. അതിലൂടെ ആർക്കെങ്കിലും ഒരു നല്ല ചിന്ത വരട്ടെ, ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകൾ അതിനെ മനസ്സിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളോടും പിൻവാങ്ങണം അതിൽ നിന്ന് എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ലൂക്കോസ് വിസ MD കെ അനന്തകുമാരൻ, TP പ്രദീപ് കുമാർ, TM മുഹമ്മദ് റോഷൻ, S ശ്യാംലാൽ, V വിപിൻ മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല നാളേക്കായി സ്വപ്ന കൊടുക്ക എന്ന പദ്ധതിക്ക് തുടക്കമായി. ഷൊർണൂർ BMLP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഹുണ്ടിക കൈമാറി ബാങ്ക് ചെയർമാൻ M സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇപ്പോൾ വലിയ മഹാമാരിയൊക്കെ ഉണ്ടായപ്പോൾ ഒരു കുടുക്ക പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ സർക്കാരിന്, ഇപ്പോൾ നമുക്ക് വയനാടിലുള്ള ദുരന്തം, വലിയ ദുരന്തം വന്നപ്പോൾ കൊടുത്ത അനുഭവങ്ങളൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്നുണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങളെപ്പോലുള്ള പിഞ്ചു മക്കളാണ് അത് നടത്തിയിട്ടുള്ളത്. ഭാവിയിലും ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്ഥിതി നിങ്ങളിൽ വളർന്നു വരും. അതുപോലെ തന്നെ അത് മിച്ചം വെച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം, ഇപ്പോൾ പറഞ്ഞു, ഒരു സൈക്കിൾ വാങ്ങണം. ബാങ്ക് ഡയറക്ടർ കെ രാജൻ, സ്കൂൾ പ്രധാനാധ്യാപിക നിഖില മിത്രൻ, ബാങ്ക് CEO MS അശോകൻ, ബാങ്ക് ഇന്റേണൽ ഓഡിറ്റർ NG സ്മിത, ബ്രാഞ്ച് മാനേജർ രജിത K, ജീവനക്കാരായ KP ജിഷ്ണു, സംഗീത, മിലൻ മാത്യു, അജയ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുരുന്നുകളോടൊപ്പം അവരുടെ സമ്പാദ്യശീലം വളരട്ടെ എന്ന ആശയം മുൻനിർത്തിയാണ് ബാങ്ക് പരിധിയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന് ബാങ്ക് ഡയറക്ടർ കെ രാജൻ പറഞ്ഞു. അവരുടെ കയ്യിൽ വരുന്ന ഓരോ പൈസയും ഒരു സമ്പാദ്യമാക്കി മാറ്റാനുള്ള അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് അതിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ സമ്പാദ്യം അവർക്ക് ശേഖരിക്കുന്നതിനുള്ള ഒരു പരിമിതമായ സൗകര്യം എന്ന നിലയ്ക്ക് എല്ലാ കുട്ടികൾക്കും ഒരു സമ്പാദ്യ കുടുക്ക നൽകുക. ആ കുടുക്ക നൽകി അവർക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു പൈസകൾ അതിൽ നിക്ഷേപിക്കുകയും അവരോട് സമ്പാദ്യശീലം വളർത്തുകയും അതുപോലെ തന്നെ ബാങ്കിന്റെ സേവനങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു അവബോധം അവർ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് അതിന്റെ പരിധിയിലുള്ള എല്ലാ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇതേപോലെ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൈലർ ടച്ച് സംരംഭത്തിന് തുടക്കം കുറിച്ചു. പരിശീലനം, ഉൽപ്പാദനം, വിപണനം, ക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ കർമ്മം നിർവഹിക്കുക. 78ാമത്തെയും കൗണ്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ധാരാളം ആളുകൾ കൗണ്ടർ തുടങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ആവശ്യമായ സാധനം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് സമയബന്ധിതമായി എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്കൊന്നും കൗണ്ടറുകൾ തുടങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന രീതിയിൽ നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ ഇടയാക്കിയ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ അഹമ്മദാബാദിൽ ഒരു മില്ലിൽ തുണികൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പോയപ്പോൾ ആ മില്ലിൽ ഒരു സെക്ഷൻ പൂർണ്ണമായിട്ട് ഒരേ ഡിസൈനിലുള്ള ഒരുപാട് ടാക്ക തുണികൾ അടക്കി വെച്ചിരുന്നു. ആ തുണികൾ അടച്ചു വെക്കുന്ന ഞങ്ങൾ അവരോട് ചോദിച്ച് ഇതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്കിത് തരാൻ കഴിയില്ല, അത് വേറെ ഞങ്ങൾ അവരെ നിർദ്ദേശപ്രകാരം അവർ തന്ന ഡിസൈൻ അനുസരിച്ച് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന തുണികളാണ്.
ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി രമ്യ MT, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AR അരവിന്ദാക്ഷൻ, താര R നായർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK ശശിധരൻ, ബിന്ദു CR, സരള PR, രജനി KV, ശാന്തി VV, ഖദീജ MM, നിലീന KV, രതി C, സുശീല M എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ടെ കോട്ടമൈതാനത്തിനു സമീപം പീഡനശ്രമം ചെറുത്ത യുവതിയെ കൊലപ്പെടുത്തിയ കേസ് പ്രതി സുബയ്യനെ കോടതിയിൽ ഹാജരാക്കി. പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യം നടന്ന പരിസരത്തെ CCTV ദൃശ്യങ്ങളും വ്യാപാരികളുടെ മൊഴിയും ശേഖരിക്കുമെന്നും അന്വേഷണ സംഘം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം. മോചനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നും സമയപരിധി പറയാൻ കഴിയില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിൽ മാർ ആൻഡ്രൂസ് താഴത്തുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച തങ്ങളുടെ അമർഷവും വേദനയും അറിയിച്ചെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കന്യാസ്ത്രീകളുടെ ജാമ്യ നിഷേധത്തിനെതിരെ മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കേരള സർക്കാരുകളുടെ സമീപനത്തിനെതിരായി വിവിധ സംഘടനകൾ. രാജ്യം സാമ്പത്തികമായി മുന്നേറ്റത്തിലാണെന്ന പ്രധാനമന്ത്രിയുടെ വായ്ത്താരി യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ലാത്തതെന്ന് INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ചന്ദ്രശേഖർ. തൊഴിൽ സുരക്ഷിതത്വത്തിന് കേരള സർക്കാരുമായി സമരം ചെയ്യേണ്ട അവസ്ഥയാണെന്നും ചന്ദ്രശേഖർ. രാജ്യത്ത് മതവൈര്യമുണ്ടാക്കി മുതലെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ സ്റ്റീഫൻ ജോർജ്. സീറോ മലബാർ സഭയുടെ ആസ്ഥാനം BJPക്ക് വാർത്താ സമ്മേളനം നടത്താൻ കൊടുത്ത സഭാ നിലപാടിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു പഴച്ചിറ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.